ജോബിന് പ്രിപ്പയർ ആക്കിയിട്ട് അതെന്ത് കോഴ്സോ എടുത്തോളട്ടെ അതിന് ജോബിന് പ്രിപ്പയർ ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നതിന്റെ കൺട്രോൾ കോമ്പറ്റീഷൻ എന്താണെന്ന് ഞാൻ നമ്മൾ കാറ്റ് പോയിട്ടാണ് ചിന്തിക്കുന്നത്. ആ ചോദ്യങ്ങളും കൂടെ കേൾക്കുമ്പോൾ ബാക്കി കാറ്റും കൂടെ പോകുന്നു. നമ്മൾ അങ്ങനെ കേട്ടില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചത്. പിന്നെ ഫാമിലി കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളം ക്ലാസ്സിൽ പുറകിലോട്ട് പോകുന്നു അത്രത്തോളം ശ്രദ്ധ പോകുന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനെ കേരളത്തിൽ ചെയ്യുന്ന ലൈഫിൽ തന്നെ എനിക്ക് വലിയൊരു ഇൻഫോർമേഷൻ അല്ല. അങ്ങനെ ഒരു സാധനം കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട സാധനം തന്നെയല്ല. കാരണം എത്ര അടുത്തിരിക്കുന്നു അത്രത്തോളം മാത്രമേ നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് നമ്മളെ ബ്രെയിനിലോട്ട് സാധനം ഫീലാവുന്നത്. എനിക്ക് അതാണ് എൻ്റെ ക്ലാസ് ഏറ്റവും ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ അതൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എൻ്റെ ക്ലാസ്. കാരണം പലർക്കും കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ അക്കാഡമിക്സിൽ കിട്ടാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ മനസ്സിലായിരുന്നതാണ്. പിന്നെ ഞാൻ വീക്ക്നെസ് ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ വീക്ക്നെസ് ഇല്ലാന്നല്ല, ഇഷ്ടംപോലെ വീക്ക്നെസ് ഉണ്ട്. പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നതാണ്. നമ്മളെ വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. ഇന്റർവ്യൂസിൽ നമ്മുടെ വീക്ക്നെസ് ഞാൻ പറയേണ്ടത് പറഞ്ഞു. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഷോക്കേസ് മൈ വീക്ക്നെസ്. ഞാനിപ്പം ബിസിനസ് പറയേണ്ട ആവശ്യം പറഞ്ഞാൽ എന്റെ ഫാമിലി എന്റെ ഫാദർ ആളെ ബിസിനസ്സാണ്. 24 hours ആൾക്ക് ആ മൈൻഡാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് ഫാഷൻ ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാതെ എനിക്ക് ഫാഷൻ വേറെ ഒന്നുമില്ല. അതാണ് ആ ഫാഷൻ എന്ന് പറഞ്ഞ് ആ ബിസിനസ് എന്ന് പറഞ്ഞ് പറഞ്ഞത്. അത് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ആള് വേറെ വിശ്വാസവും ട്രസ്റ്റ് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് തന്നെ പെട്ടെന്ന് പ്രായമാവുന്ന ഒരു ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് ടൈം കിട്ടൂല. ഫാമിലി ആയിട്ട് ബന്ധപ്പെടാനും അല്ലാതെ കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടാത്ത ഒരു ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ആ പ്രായത്തിൽ നമുക്ക് വലുതായി പോകുമ്പോൾ നമുക്കൊരു തോന്നും മനസ്സിൽ. അതാണ് എന്റെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ സെന്റാറിന് കയറാത്ത ആളാണ്. ഇപ്പൊ നോക്കിയപ്പോ കേട്ടപ്പോ കൊള്ളായിരുന്നു. അത് കയറി നോക്കാന്ന് പറഞ്ഞ് കയറിയപ്പോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു രാവിലെ സ്പീച്ചിങ് കാര്യങ്ങളെല്ലാം. കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇത്രയും കുട്ടികൾ സൈലന്റ് ആയി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സെഷൻ ആദ്യമായിട്ടാണ്. അതിൽ തന്നെ മനസ്സിലാക്കാം ആ സെഷൻ എങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചും വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷൻ. അത് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഞാനിവിടെ എൻ്റെ HOD വന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വളരെ എൻഗേജിങ് ആയിട്ടുള്ള സെഷനാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളത്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ. ഇപ്പൊ വെറുതെ എന്തെങ്കിലും പരിപാടി നടത്തുക എന്നുള്ളതല്ലാതെ what you get from it, എന്താണ് ടേക്ക് ഹോം ഒരു സാധനം എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഒരു സെഷൻ ഇവിടെ നടത്തിയതിന് വൈറ്റ് ജസ്റ്റിസ് അക്കാഡമിക്കും സീമ മാമിനും അതിന് എല്ലാ അസിസ്റ്റൻസും തന്ന റാഫി സാറിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നും കോളേജിൽ വന്നെത്തിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും ആദ്യത്തെ ഘടകം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള